Club FM Junior RJ. Club FM Junior RJ. Junior RJ. Club FM Junior RJ. Presented by പിട്ടാപ്പിള്ളിൽ. ഗൃഹോപകരണങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും അത്യാകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ വാവ് സെയിൽ. പവർഡ് ബൈ കുക്ക് ഓഫ്. പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡേഴ്സ്. കറികളെല്ലാം ഇനി സ്മാർട്ട് ആണ്. Junior RJ. ക്ലബ് എഫ്എമ്മിൽ നിങ്ങളോടൊപ്പം ഞാൻ ജൂനിയർ ആദ്യ ധ്വനി അശ്മിയാണേ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കലോത്സവം. ഞാൻ ഈ കുട്ടിയാർച്ചനെ പറ്റി അറിയുന്നത് ഈ കഥാരചനയ്ക്ക് പോയപ്പോഴാണ്. അപ്പോൾ എനിക്ക് കലോത്സവം എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്ടമുള്ള ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആഘോഷം പോലെയാണ് ആകെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ കൂട്ടുകാരെ കിട്ടും കലോത്സവത്തിന് പോകുമ്പോൾ. അതാണൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ മത്സരത്തിന് പോകുമ്പോഴും ഒരാളെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ കാണും എന്ന് പറഞ്ഞ സ്വഭാവത്തിൽ. അപ്പോൾ എന്നെപ്പോലത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ചാടിക്കയറി പേരൊക്കെ ചോദിക്കും. അങ്ങനെ എനിക്കിപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. കലോത്സവത്തിന് പോയി എപ്പോഴും കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അവരുമായിട്ടൊക്കെ കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരല്ല, എന്നാലും കലോത്സവത്തിന് പോയി പരിചയപ്പെട്ട് ഫ്രണ്ട്സായ കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെയൊക്കെ ഞാൻ മിക്കവാറും കാണാറുണ്ട്, മിക്ക പരിപാടികളിലും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അതും ഒരു വലിയ സന്തോഷമാണ്, പുതിയ കൂട്ടുകാരോട് സംസാരിക്കുകയും അവരുമായിട്ട് അതായത് അവരുമായിട്ട് കൂട്ടുകൂടുകയും അവരുടെ വിശേഷങ്ങൾ അറിയുകയും അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ ചില കുട്ടികളാണെങ്കിൽ എനിക്ക് പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷേ ചില സമയം കൂട്ടുകാരെ കാണുമ്പോൾ ഒന്നാമതേ നമ്മൾ കൂളാവും. അപ്പോൾ നമ്മൾ നാച്ചുറല്ലോ റീൽസ് എടുക്കാം, ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു ഒരു അവസ്ഥയാവും. പിന്നെ പരിപാടി ആണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാവേ, ഞാൻ പോയി പറഞ്ഞിട്ട് വരാവേ, അവരുടെ കൂടെ സംസാരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. ഞാനെൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്, റീൽസ് എടുക്കണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, സംസാരിക്കണം. പരിപാടിയൊക്കെ പിന്നെ കൂടുതലായിട്ടും ഡാൻസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അതായത് ചില ആൾക്കാർ ഫസ്റ്റ് തന്നെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നിട്ട് റിസൾട്ട് വരുമ്പോൾ പ്രൈസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പോയി ജഡ്ജസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. എന്തുകൊണ്ടാണ്, നല്ലോണം കളിച്ചില്ലേ? അത് ഞാൻ കൂടുതൽ ഈ ഡാൻസിനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ കലോത്സവത്തിന് പോകുന്നത് എന്തിനാണ്? എൻജോയ് ചെയ്യാനും പിന്നെ അതേപോലെ നമ്മുടെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യാനും കൂടെയാണ് നമ്മൾ കലോത്സവത്തിന് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. 2025 ജനുവരിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചാണ്. ചിലപ്പോൾ നമുക്കൊക്കെ ഒന്ന് കാണാൻ പറ്റിയാലോ? ചിലപ്പോൾ കാണാൻ പറ്റും, കാണണം, കണ്ടേ പറ്റൂ. Keep listening to Club FM with me, RJ ധ്വനി അശ്മി, because ഇവിടെ മാത്രമേ ഉള്ളൂ 10 കണക്കിന് ഫൺ.